Hi friends, welcome to VVS World. VVS World in the പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Friends, അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിനെ കുറിച്ച്. കേരളത്തിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ചുരുക്കമായിരിക്കും. കാരണം ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ വരെ നമുക്ക് തന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടിക്ടോക്ക്. അപ്പം ടിക്ടോക്കിന് ബദലായിട്ട് കുറേ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് പോലെ ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം. ആ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ ടിക്ടോക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ടിക്ടോക്ക് ഫീച്ചർ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് ടൈം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വാ. ഫ്രണ്ട്സ്, അപ്പം നമുക്കിതിന് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം കണ്ടല്ലോ, നമുക്കിതിൽ നമ്മുടെ സെർച്ച് ബട്ടൺ ഉണ്ടല്ലോ, ഈ സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സാധാരണ നമുക്ക് സജഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഫ്രണ്ടിൽ തന്നെ ഇവിടെ വന്ന് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പുതിയ ഫീച്ചറായിട്ട് ടിക്ടോക്കിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സംഭവം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കണ്ടല്ലോ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ടിക്ടോക്കിൽ ഏജിൻ്റെ സംഭവം കാണിച്ചിരുന്നില്ലേ, ആ സെയിം ഫീച്ചറാണ് കണ്ടല്ലോ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ടിക്ടോക്ക് നമ്മുടെ ഹെൽനോസ് പാർട്ടിയുടെ വീഡിയോ ഒക്കെ ആണല്ലോ കാണുന്നത്. ഓക്കെ, അപ്പം പുള്ളിക്കാരി ഇതിലെത്തിയിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം അടുത്ത വീഡിയോ നോക്കാം. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സെയിം ടിക്ടോക്ക് ഡിറ്റോ. പിന്നെ നമുക്ക് ലൈക്ക് ചെയ്യാനാണെങ്കിൽ കണ്ടല്ലോ, നമ്മുടെ ഹേർട്ടിൻ്റെ ചിഹ്നം ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട്. കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്, റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിങ്ക് കോപ്പി ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്യാമറയുടെ ചിഹ്നമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അതിൽ ഓഡിയോ അതുപോലെ തന്നെ സ്പീഡ്, നമ്മുടെ ടിക്ടോക്കിൽ നമ്മൾ സ്പീഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ, അതിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനും ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്കിതിൽ മെയിൻലി നമുക്ക് വല്ല എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫക്ട്സ് കാര്യങ്ങൾ വരും. അതിന് എഫക്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റിക്കേഴ്സ് എന്നല്ല, എഫക്ട്സ്. അപ്പം കണ്ടല്ലോ, ഇതിൽ നമ്മുടെ പല എഫക്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. കണ്ടല്ലോ, ഇതിലൊക്കെ അത്യാവശ്യം നല്ല ഓരോ എഫക്ട്സ് കാര്യങ്ങളാണ്. നമ്മുടെ ടിക്ടോക്കിൽ വന്നിരുന്ന പോലെ ഇനിയും കൂടുതൽ എഫക്ട്സ് കാര്യങ്ങൾ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ടിക്ടോക്ക് പോലെ നിങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. സോ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.